അപ്പം അന്ന് എൻ്റെ കയ്യിൽ ക്യാഷൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ വൈഫിൻ്റെ സ്വർണ്ണമൊക്കെ വിറ്റിട്ടാണ് ഞാൻ കൊച്ചിയിലേക്ക് വരുന്നത്. കുറഞ്ഞ ക്യാഷ് കൊണ്ട്. അത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തത് ബ്രെഡ് ഫോർട്ടാണ്. അപ്പോൾ ഒരാഴ്ച കൊണ്ട് തന്നെ അവർ കോൺഫിഡൻ്റ് ആയിരിക്കും. ഈ വർഷങ്ങളോളം പഠിച്ച് മനസ്സിലാകാത്ത ഗ്രാമറാണ് വളരെ സിമ്പിളായി നമ്മുടെ ടെക്നിക്കിലൂടെ അവർക്ക് നമ്മൾ ഗ്രാമർ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഞങ്ങളുടെ ആക്മി പ്രോഗ്രാമിൽ ഫ്രീ ആയിട്ട് ഒരു ആഴ്ച ഗ്രാമർ കൊടുക്കും ഞങ്ങൾ. 100% നിങ്ങൾക്ക് ഞങ്ങൾ റീഫണ്ട് ചെയ്യും എന്നുള്ള കോൺഫിഡൻസ് ഞങ്ങൾക്ക് ഉണ്ട്. കാരണം ഞങ്ങൾ ഈ 10 വർഷത്തോളം ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തൊരു മെത്തഡോളജി ഓഫ് ടീച്ചിങ് ആണത്. Hi, sir. Welcome to Talk and Talk. Hi. Can you give a brief introduction about yourself? So myself, Naushad Nilgris, I'm the CEO and founder of Breadfort Academy. So I started Breadfort in 2014. So it was launched in Fort Kochi, and we had started with just 2 students, and now we have 25,000 plus Breadfortins spread across the world. With one branch, now we have 15 branches. With the one staff, now we have 250 plus staffs working for Breadfort, and that's how I started my journey in 2014. Okay. ഈ ബ്രിക്ക്ഫോർഡ് എന്ന് പറഞ്ഞ നെയിം എങ്ങനെയാ വന്നതെന്ന് പറയാമോ? ബ്രെഡ്ഫോർട്ട് അതൊരു രസകരമായിട്ടുള്ളൊരു സംഗതിയാണ്. ഞാൻ 2014 ആദ്യമായിട്ട് കൊച്ചിയിൽ വന്ന സമയത്ത് ഒരു ബോർഡ് കണ്ടു. ഫോർട്ട് കൊച്ചി എന്നുള്ള ബസ്സിൻ്റെ ഒരു ബോർഡ് കണ്ടു. അങ്ങനെ ഓക്കെ, ഫോർട്ട് കൊച്ചി നമ്മൾ കേൾക്കുന്നതാണല്ലോ, ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണല്ലോ എന്നത് ഞാൻ കയറി അതിലൂടെ പിന്നെ നടക്കുന്ന സമയത്ത് ഫോർട്ട് കൊച്ചി ബീച്ചിലൂടെ നടക്കുന്ന സമയത്താണ് ബ്രിട്ടീഷുകാരാണല്ലോ ഇംഗ്ലീഷ് കൊണ്ടുവന്നത്. അപ്പോൾ ആ ബ്രിട്ടീഷിൻ്റെ ബ്രെഡും ഫോർട്ട് കൊച്ചി ആണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഫോർട്ടും അതിനാണ് ബ്രെഡ് ഫോർട്ട് എന്നുള്ള പേര് ഞാൻ കണ്ടെത്തി കൊണ്ടുവന്നത്. സർ ഒരു ഓതർ എന്ന് കേട്ടിട്ടുണ്ട്. അതെ. ആ ബുക്കിനെ പറ്റി എന്തെങ്കിലും? എൻ്റെ ബുക്കിൻ്റെ പേരാണ് മെൻറ്ററിങ് മൈ മൈൻഡ് എന്നുള്ള ബുക്ക്. അത് ഞാൻ കഴിഞ്ഞ ലോക്ക്ഡൗൺ സമയത്ത് വെറുതെ വീട്ടിലിരിക്കുന്ന സമയത്ത് എഴുതാൻ തുടങ്ങി. അങ്ങനെ ഒരു വർഷം കൊണ്ട് എഴുതി തീർത്തൊരു ബുക്കാണ് മെൻറ്ററിങ് മൈ മൈൻഡ്. ഇറ്റ്സ് എസ്പെഷ്യലി ഫോർ യങ് ഓൺടർപ്രണേഴ്സ്. അതിൽ എൻ്റെ ജീവിത ബാക്ക്ഗ്രൗണ്ടും അതേപോലെ തന്നെ എൻ്റെ അപ്സ് ആൻഡ് ഡൗൺസും, ബിസിനസ്സിലെ അപ്സ് ആൻഡ് ഡൗൺസും അതെങ്ങനെ ടാക്കിൾ ചെയ്യുക എന്നുള്ളതും, അതുപോലെ തന്നെ പുതിയ ബിസിനസ്സിലേക്ക് കടന്നു വരാൻ ഉദ്ദേശിക്കുന്ന ഓൺടർപ്രണേഴ്സിനൊക്കെ വേണ്ടിയിട്ട് എഴുതിയൊരു ബുക്കാണത്. അപ്പോൾ അത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും എല്ലാം അവൈലബിൾ ആണ്. അത് ബ്ലൂ റോസ് പബ്ലിഷേഴ്സ് ഡൽഹിയാണ് അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സയൻസ്. എങ്ങനെയാണ് ഈ ഒരു ഐഡിയയിലേക്ക് എത്തിയത്? ഇപ്പം നമ്മൾ സ്റ്റാർട്ടപ്പ് തുടങ്ങുകയാണെങ്കിലും പല ഐഡിയാസ് ഉണ്ടായിരിക്കുമല്ലോ. ഫൈനലി ഇതാണ് കൺഫ്യൂഷൻ, ഇത് ചെയ്യാമെന്ന് തീരുമാനിച്ചത് എങ്ങനെയായിരുന്നു? അതെ. ഞാനൊരു സ്കൂൾ ടീച്ചറായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരാളുടെ കീഴിൽ ജോലി ചെയ്യാൻ തീരെ താല്പര്യമില്ലാത്ത ഒരാളാണ്. അങ്ങനെ 2014 എനിക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് തുടങ്ങണമെന്ന് ആഗ്രഹിച്ച്, അത് തന്നെ എന്തെങ്കിലും യുണീക്കായി തുടങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ കൊച്ചിയിലേക്ക് വരുന്നത്. കയ്യിൽ ക്യാഷൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ വൈഫിൻ്റെ സ്വർണ്ണമൊക്കെ വിറ്റിട്ടാണ് ഞാൻ കൊച്ചിയിലേക്ക് വരുന്നത് കുറഞ്ഞ ക്യാഷ് കൊണ്ട്. അപ്പോൾ റെസിഡൻഷ്യൽ സ്പോക്കൺ ഇംഗ്ലീഷ് എന്നുള്ള പ്രോഗ്രാം അത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തത് ബ്രെഡ്ഫോർട്ടാണ്. അപ്പോൾ അന്ന് ലോഞ്ച് ചെയ്ത സമയത്ത് നമ്മൾ ഭക്ഷണം, താമസം എല്ലാം കൊടുത്ത് ഒരു ഗുരുകുലം സിസ്റ്റം. അപ്പോൾ ഒരാൾ നമ്മൾ കൂടെ 2 ആഴ്ച നമ്മുടെ കൂടെ താമസിച്ച്, അല്ലെങ്കിൽ 3 ആഴ്ച നമ്മൾ കൂടെ താമസിച്ച് അവർ ഇംഗ്ലീഷ് പഠിച്ചു പോകുന്ന ഒരു പ്രോഗ്രാമായിരുന്നു അത്. അന്ന് സോഷ്യൽ മീഡിയ അത്ര ഫെമിലിയർ അല്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ കൊടുത്ത ആഡ് തന്നെ എന്താണ്, ബിസിനസ് വിദ്യാഭ്യാസ തൊഴിലന്വേഷകർക്ക് ബ്രെഡ്ഫോർട്ടിൻ്റെ ഇൻ്റർനാഷണൽ പരിശീലനമൊപ്പം 25 ദിവസത്തെ തീവ്ര ഇംഗ്ലീഷ് പരിശീലനം ഫോർട്ട് കൊച്ചി. അപ്പോൾ അതായിരുന്നു അന്ന് കൊടുത്ത ആ ഒരു ക്യാപ്ഷൻ, ആ പത്രത്തിലൊക്കെ കൊടുക്കുന്ന ക്യാപ്ഷൻ അതായിരുന്നു. അങ്ങനെയാണ് റെസിഡൻഷ്യലായിട്ട് താമസിച്ച് ഓൾ ഓവർ ഇന്ത്യൻ സ്റ്റുഡൻസ് വന്ന് അവർക്ക് ഭക്ഷണം, താമസം എല്ലാം കൊടുത്തിട്ടുള്ള ഒരു ക്യാമ്പസ് ആയിരുന്നു അന്ന് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ. ഇപ്പം എവിടെയൊക്കെയാണ് ഫ്രാഞ്ചൈസ് ഉള്ളത്? ഇപ്പോൾ ബ്രെഡ്ഫോർട്ടിൽ നമുക്ക് 15 ബ്രാഞ്ചുകളുള്ളത്. 8ഓളം ബ്രാഞ്ചുകൾ കേരളത്തിലും. അത് കേരളത്തിൽ നമുക്ക് ട്രിവാൻഡ്രത്തുണ്ട്, കൊല്ലം ഉണ്ട്, അതേപോലെ തന്നെ തൊടുപുഴയുണ്ട്, പിന്നെ കൊച്ചിയിൽ 2 ഉണ്ട്, പിന്നെ കോട്ടക്കലുണ്ട്, മലപ്പുറം, കാലിക്കറ്റ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഔട്ട്സൈഡ് കേരള നമുക്ക് ബാംഗ്ലൂരിൽ ജയനഗറിൽ, മടിവാലയിലുണ്ട്, അതേപോലെ തന്നെ വിജയവാഡയിലുണ്ട് ആന്ധ്രയിൽ, പിന്നെ ഡൽഹി തിലക് നഗറിലുണ്ട്, അതേപോലെ തന്നെ കശ്മീരിൽ ബനിഹാലിലുണ്ട്. ഓക്കെ. നമ്മൾ ഏതൊക്കെ കോഴ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മൾ മെയിൻലി കൊടുക്കുന്ന കോഴ്സ് ഒന്ന് IELTS ആണ്. പിന്നെ അതേപോലെ തന്നെ ആക്മി എന്നുള്ള പ്രോഗ്രാം, ACME അഡ്വാൻസ് കമ്മ്യൂണിക്കേറ്റീവ് മാസ്റ്റർ ഇൻ ഇംഗ്ലീഷ്, മെയിൻലി സ്പോക്കൺ ഇംഗ്ലീഷ് പ്രോഗ്രാമാണ്. പിന്നെ OET ഉണ്ട്, പിന്നെ PT എന്ന് പറഞ്ഞ കോഴ്സ് ഉണ്ട്. പിന്നെ അഡ്വാൻസ് ആയിട്ടുള്ള ഒരുപാട് ഇപ്പോൾ ഞങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരുപാട് മെഡിക്കൽ റിലേറ്റഡ് കോഴ്സസ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പോലത്തെ, അതേപോലെ തന്നെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ്, അതേപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സുകൾ, അങ്ങനെ ഒരുപാട് പുതിയ ന്യൂ കോഴ്സുകൾ ഞങ്ങളിപ്പോൾ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് AI കോഴ്സുകളും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ടീച്ചിങ് മെത്തഡോളജി എങ്ങനെയാ? ബ്രെഡ്ഫോർട്ടിൻ്റെ ടീച്ചിങ് മെത്തഡോളജി ഒരു യുണീക്ക് മെത്തഡോളജിയാണ്. എസ്പെഷ്യലി നമ്മളിപ്പോൾ IELTS ആണെങ്കിൽ തന്നെ
അവർക്ക് ചില ആളുകൾക്കൊന്നും കോൺഫിഡൻറ്റ് ഉണ്ടാവില്ല IELTS ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ആളുകൾക്ക് ഞങ്ങളുടെ ആക്മി പ്രോഗ്രാമിൽ ഫ്രീ ആയിട്ട് ഒരു ആഴ്ച ഗ്രാമർ കൊടുക്കും ഞങ്ങൾ. എന്നിട്ട് അവർ ഗ്രാമർ കോൺഫിഡൻ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ അവർ IELTSലേക്ക് ഇരുത്തുള്ളൂ. ഇനി അതിൽ ഒരു കോൺഫിഡൻ്റ് ആയിട്ടില്ല എങ്കിൽ അവർ നേരെ ആക്മി പ്രോഗ്രാമിലേക്ക് ഇരുത്തും. അപ്പോൾ അവിടെ ഒരു മാസം അവർ ആ ട്രെയിനിങ് ലാംഗ്വേജ് നല്ല കോൺഫിഡൻ്റ് ആയി കഴിഞ്ഞാൽ മാത്രമാണ് ഞങ്ങൾ IELTSലേക്ക് അവരെ ഇരുത്തുകയുള്ളൂ. അപ്പോൾ IELTS ഇത്തിയാൽ തന്നെ IELTS 4 മൊഡ്യൂളാണ്. റീഡിങ്, റൈറ്റിംഗ്, ലിസണിങ്, സ്പീക്കിംഗ്. ഈ 4 മൊഡ്യൂളും അവർ പഠിപ്പിക്കുന്നത് അത്രയും 4 മൊഡ്യൂളിലും നല്ല ഗ്രേറ്റ് ബാൻഡ്സ് കിട്ടിയ ട്രെയിനേഴ്സാണ്. എല്ലാവരും ഞങ്ങൾ ട്രെയിനേഴ്സ് എല്ലാവരും എന്താണ് ബ്രിഡ്ഫോർഡിൻ്റെ ബെറ്റ് എന്നുള്ള പ്രോഗ്രാം, ബ്രിഡ്ഫോർഡ് ഇംഗ്ലീഷ് ട്രെയിൻ ദ ട്രെയിൻ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത ട്രെയിനേഴ്സാണ്. അപ്പോൾ അവർക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഏതൊരു കുട്ടിയെയും എങ്ങനെ 7.58 ബാൻഡിലേക്ക് എത്തിക്കുക എന്നുള്ള ട്രെയിനിങ്ങാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചാണ് അവർക്ക് ട്രെയിനിങ് കിട്ടുന്നതും. എല്ലാ സാറ്റർഡേകളിലും മോക്ക് ടെസ്റ്റ് ഉണ്ടാവും അവർക്ക്. ഈ മോക്ക് ടെസ്റ്റ് 4 മോക്ക് ടെസ്റ്റ് കഴിയുമ്പോൾ തന്നെ അവർക്ക് അറിയാൻ പറ്റും അവർക്ക് ഉദ്ദേശിക്കുന്ന ബാൻഡ് കിട്ടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ അവർക്ക് നേരെ എക്സാം ബുക്ക് ചെയ്തിട്ട് അവർ എക്സാം എഴുതുമ്പോൾ നല്ല ബാങ്ക് സ്കോർ കിട്ടും. എന്നാൽ അവർക്ക് ആ ബാങ്ക് സ്കോറിലേക്ക് അവർക്ക് മോക്ക് ടെസ്റ്റ് കഴിയുമ്പോൾ എത്തുന്നില്ല എങ്കിൽ അവർക്ക് എന്ത് ചെയ്യും, ഒരു 1 മന്ത് കൂടിയും അവർക്ക് ഇത് എക്സ്റ്റൻഷൻ നമ്മൾ കൊടുക്കും. അതിന് ചെറിയൊരു മിനിമൽ ഫീസ് അടച്ചിട്ട് എക്സ്റ്റൻഷൻ കൊടുക്കും അവർക്ക്. അപ്പോൾ അങ്ങനെയാണ് നമ്മളുടെ മെത്തഡോളജി ഓഫ് ടീച്ചിങ് ഇൻ IELTS. ആക്മി എന്നുള്ള ആക്മിൻ്റെ പ്രോഗ്രാം കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണ്. അത് നമുക്ക് ലൈൻ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം, അതായത് LLP എന്നുള്ള പ്രോഗ്രാമിലൂടെയാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, അവരെ ഗ്രാമർ പഠിപ്പിക്കുന്നത്. ഏതൊരു പിന്നെ ബേസിക് കുട്ടിയാണ് സ്റ്റുഡൻ്റ് ആണെങ്കിലും അവർക്ക് നമ്മുടെ ഈ LLP മെത്തേഡിൽ എല്ലാ ടെൻസസും കയ്യിലേക്ക് ആക്കി കൊടുക്കും. അപ്പോൾ ഒരാഴ്ച കൊണ്ട് തന്നെ അവർ കോൺഫിഡൻ്റ് ആയിരിക്കും. ഈ വർഷങ്ങളോട് പഠിച്ച് മനസ്സിലാകാത്ത ഗ്രാമറാണ് വളരെ സിമ്പിളായി നമ്മുടെ ടെക്നിക്കിലൂടെ അവർക്ക് നമ്മൾ ഗ്രാമർ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻസ്, ഡിബേറ്റ്, പബ്ലിക് സ്പീക്കിംഗ്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രോഗ്രാംസ് വെച്ചിട്ടാണ് പിന്നെയുള്ള പ്രോഗ്രാംസ് നമ്മൾ ചെയ്തത്. അപ്പം ഇംഗ്ലീഷൊക്കെ നമുക്ക് ഭയങ്കര 1-to-1 സെക്ഷൻസ് ഒക്കെ വേണമല്ലോ, ആ. ഇന്ററാക്റ്റീവ് സെക്ഷൻസ്. അപ്പം നമ്മൾ ഗെയിംസ് അങ്ങനെയൊക്കെ പ്രൊവൈഡ് ചെയ്യും റൈസിംഗിൽ. അപ്പോൾ നമ്മൾ ടീച്ചിങ് മെത്തഡോളജി പറഞ്ഞല്ലോ, നമുക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻസ്, ഡിബേറ്റ്, പബ്ലിക് സ്പീക്കിംഗ് ഒക്കെ പറഞ്ഞല്ലോ. അതിന് പുറമെ നമുക്ക് തന്നെ 1-to-1 സ്പീക്കിംഗ് സെഷൻസ്, അതേപോലെ തന്നെ ജാം സെഷൻസ്, അവർക്ക് അപ്പം തന്നെ ടോപ്പിക് കൊടുത്ത് സംസാരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രോഗ്രാംസ്. അങ്ങനെ ഡിഫറെൻറ്റ് വെറൈറ്റി ആയിട്ടുള്ള പ്രോഗ്രാമാണ്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ 100% റീഫണ്ട് പോളിസിയാണ്. നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റിയില്ല, ഞങ്ങളുടെ സ്റ്റെപ്പിൽ ഈ ഒരു മാസം കൊണ്ട് പഠിക്കാൻ പറ്റിയില്ല എങ്കിൽ 100% നിങ്ങൾക്ക് ഞങ്ങൾ റീഫണ്ട് ചെയ്യും എന്നുള്ള കോൺഫിഡൻസ് ഞങ്ങൾക്ക് ഉണ്ട്. കാരണം ഞങ്ങൾ ഈ 10 വർഷത്തോളം ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തൊരു മെത്തഡോളജി ഓഫ് ടീച്ചിങ് ആണത്. ഓക്കെ. അപ്പോൾ ഓൺലൈൻ സ്റ്റുഡൻസിനൊക്കെയോ? ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമുക്ക് സ്റ്റുഡൻസ് ഉണ്ട്. നമുക്ക് ഓൺലൈനായിട്ടുള്ള നമുക്ക് 200ഓളം സ്റ്റാഫുകൾ നമുക്ക് ഓൺലൈനായിട്ട് ബ്രിഡ്ഫോർഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും നമുക്ക് എങ്ങനെയാണ് ഓഫ്ലൈൻ എടുക്കുന്നത് അതേ ഒരു മെത്തഡോളജി, എല്ലാം ലൈവ് ക്ലാസ്സുകളാണ്. വാട്സപ്പ് ഇംഗ്ലീഷോ അങ്ങനെയൊന്നും അല്ല, ലൈവായിട്ടുള്ള സെഷൻസാണ് എല്ലാ സ്റ്റുഡൻസിനും നമ്മൾ ടൈമിംഗ് ഒക്കെ നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൈമിംഗ് ഉണ്ട്. ഒരാൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ മോർണിംഗ് 6 o'clock മുതൽ നൈറ്റ് 11:30 വരെ നമ്മളുടെ ട്രെയിനേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അതിലുള്ള ഫ്ലെക്സിബിൾ ടൈമിങ്സ് അവർക്ക് ഏതാണ് അവർക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളത് അതിനനുസരിച്ച് അവർ ചൂസ് ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പം ഈ സ്റ്റുഡൻസിന്റെ സക്സസ് റിസൾട്ട് ഒക്കെ എങ്ങനെയാണ്? ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ബ്രിഡ്ഫോർട്ട് ഇന്ന് ബ്രിട്ടീഷ് കൗൺസിലിൻ്റെ IDPൻ്റെയും ഓതറൈസ് സെൻറ്ററിൽ തുടർച്ചയായി 3 വർഷവും പിന്നെ അവരുടെ പ്രീമിയം പാർട്ട്ണറായിട്ടുള്ള അവാർഡ് കിട്ടിയ ഒരു സ്ഥാപനമാണ് ബ്രിഡ്ഫോർട്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളുടെ ഒരു ഫീഡ്ബാക്കും നമുക്കുള്ള റിസൾട്ടുമാണ്. ഈ കുട്ടികൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ അവർക്ക് എന്താണോ അവർക്ക് കിട്ടേണ്ട ഉദ്ദേശമുള്ള ബാൻഡ്, ഇപ്പോൾ 6.5 ആണെങ്കിൽ അല്ലെങ്കിൽ 7 ആണോ അല്ലെങ്കിൽ 7.5 ആണെങ്കിൽ അതനുസരിച്ചുള്ള ബാൻഡുകൾ അവർക്ക് കിട്ടിയിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ആണ് പരമാവധി കുട്ടികൾക്കും കിട്ടുന്നത്. അപ്പോൾ നമ്മൾ സക്സസ് റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 90+% നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പം മെറ്റീരിയൽ അപ്ഡേഷൻ ഒക്കെ എങ്ങനെയാ? ബ്രിഡ്ഫോർട്ട് നമുക്ക് ഒരാൾക്ക് ജസ്റ്റ് ഒരു ബുക്ക് കൊടുക്കുകയല്ല ചെയ്യുന്നത്. നമുക്കെന്തുണ്ട്, അവർക്ക് പ്രാക്ടീസിന് എന്തുണ്ട്, സെപ്പറേറ്റ് ബുക്ക് ഉണ്ട്. അതേപോലെ തന്നെ അവർക്ക് മോക്ക് ടെസ്റ്റുകളും മറ്റുള്ള പ്രാക്ടീസും റൈറ്റിങ്ങും മറ്റൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണോ അവർ എക്സാം എഴുതാൻ പോകുന്നത് അതേ രീതിയിലുള്ളൊരു മെറ്റീരിയലാണ് ബ്രിഡ്ഫോർട്ടിൻ്റെ മെറ്റീരിയൽസ് ക്യൂറേറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ലേറ്റസ്റ്റ് വരുന്ന അപ്ഡേഷൻസ് അനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളും നമ്മൾ ഓരോ മെറ്റീരിയൽസും നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ മെറ്റീരിയൽ അതുപോലെ തന്നെയാണ്. അവർക്ക് എന്തുകൊണ്ട് ഞങ്ങൾ 100% റീഫണ്ട് പോളിസി പറയുന്നത്, കാരണം അത്രയും ആക്ടിവിറ്റീസ് അവർക്ക് ചെയ്യാനുണ്ട്, അത്രയും സെൻറ്റൻസ് അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അത്രയും ഗ്രൂപ്പ് ഡിസ്കഷൻ അവർ ചെയ്യുന്നുണ്ട്. അതിനൊക്കെ മാർക്കുകൾ പരസ്പരം അവർ ഇടുന്നുണ്ട്. ട്രെയിനേഴ്സ് അത് നോക്കുന്നുണ്ട്. അതിനനുസരിച്ചുള്ള റിസൾട്ടുകൾ അവർക്ക് ഓരോ ആഴ്ചകളും ഒരു റിസൾട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെയൊക്കെ ഒരു സക്സസ് കാരണം. സ്റ്റുഡൻസിന് ഇപ്പോൾ നമ്മൾ എക്സാംസ് റിപ്പീറ്റ് ചെയ്ത് വരില്ലേ സ്റ്റുഡൻസ്, അപ്പം അവർക്ക് സ്പെഷ്യൽ കൺസിഡറേഷൻ ഒക്കെ കൊടുക്കാറുണ്ടോ? ഇപ്പോൾ 2-3 തവണ എക്സാം റിപ്പീറ്റ് ചെയ്ത് വരുന്നവർക്ക്. അതെ, സ്റ്റുഡൻസിന് നമുക്ക് എക്സാം ഞാൻ പറഞ്ഞല്ലോ, ഒരാൾ സ്റ്റുഡൻറ്റ് എക്സാം എഴുതി അവർക്ക് ചെറിയ ബാൻഡ് സ്കോർ കുറഞ്ഞു പോയി. അപ്പോൾ അങ്ങനത്തെ സ്റ്റുഡൻസിനൊക്കെ നമ്മൾ വളരെ മിനിമൽ ആയിട്ടുള്ളൊരു ഫീസ് അടച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യും, മോർണിംഗ് അവർക്ക് പ്രാക്ടീസ് ചെയ്യാം. ഉച്ചയ്ക്ക് ശേഷം 1-to-1 സ്പീക്കിംഗ് സെഷൻസ്, അതേപോലെ തന്നെ കറക്ഷൻ സെക്ഷൻസ്,
ഇതെല്ലാം നമ്മളുടെ ട്രെയിനേഴ്സ് അവർക്ക് ഇതിൽ വളരെ സപ്പോർട്ടായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഡെയിലിയും നമ്മൾ എല്ലാ മൊഡ്യൂൾസും കവർ ചെയ്യുമോ? ഡെയിലി നമുക്ക് 4 മൊഡ്യൂളും നമുക്ക് 4 അവേഴ്സാണ്. 4 അവേഴ്സും അവർ പാക്ഡ് ആയിരിക്കും. അതായത് 4 മൊഡ്യൂളും ആ ഒരു ദിവസം തന്നെ കവർ ചെയ്യുകയും ചെയ്യും. അതേപോലെ തന്നെ ആഴ്ചയിൽ എല്ലാ ദിവസവും ആഴ്ചയിൽ 4 ദിവസവും അവർക്ക് 1 to 1 സ്പീക്കിംഗ് സെഷൻസും നമ്മൾ ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പാക്കേജ് എങ്ങനെയാണ് കോഴ്സിന്റെ? ആ ബ്രിഡ്ഫോർട്ടിൻ്റെ പാക്കേജ് എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തുണ്ട്, അവർക്ക് പിന്നെ ഒരു ഗ്രൂപ്പ് ക്ലാസ്സുകളാണെങ്കിൽ അവർക്ക് നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സുകളാണെങ്കിൽ നമ്മൾ 10,000 to 12,500 ആണ് ഫീസ് വരുന്നത്. എന്നാൽ ഒരുപാട് സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ഓഫേഴ്സ് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ക്രിസ്മസ് ഓഫർ, ന്യൂ ഇയർ ഓഫർ. ഇപ്പോൾ ബ്രിഡ്ഫോർട്ട് 10th ആനിവേഴ്സറി ആണ്. ഈ 10th ആനിവേഴ്സറി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റുഡൻസിനൊക്കെ നല്ല പാക്കേജിൽ നല്ല ഓഫർ കൊടുത്തിട്ട് തന്നെയാണ് ഇപ്പോൾ അഡ്മിഷൻസ് എല്ലാ ബ്രാഞ്ചിലും നടക്കുന്നത്. അപ്പം ഈ അക്കാഡമി നമ്മൾ അബ്രോഡ് സ്റ്റഡീസ് ചെയ്യുന്നുണ്ട്. അതെ, ബ്രിഡ്ഫോർട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ എന്താക്കിയിട്ടുണ്ട്, ബ്രിഡ്ഫോർട്ട് സ്റ്റഡി ലിങ്ക് എന്നുള്ള പേരിൽ ഓവർസീസ് എഡ്യൂക്കേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടുള്ള ബെനിഫിറ്റ് സ്റ്റുഡൻസിന് എന്താ വെച്ചാൽ, ബ്രിഡ്ഫോർട്ടിൽ രജിസ്റ്റർ ചെയ്യുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ അവർ ഓവർസീസ് പോകുന്ന ബ്രിഡ്ഫോർട്ട് ത്രൂ ആണ് പോകുന്നതെങ്കിൽ അവർ അടക്കുന്ന IELTS ഫീസ് നമ്മൾ റീഫണ്ടാണ് കൊടുക്കുന്നത്. ഈവൻ അവരുടെ എക്സാം ഫീയും ബ്രിഡ്ഫോർട്ട് റീഫണ്ട് കൊടുക്കും, ബ്രിഡ്ഫോർട്ട് ത്രൂ അവർ രജിസ്റ്റർ ചെയ്ത് പോവുകയാണെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ അൺലിമിറ്റഡ് ആയിട്ട് IELTS കിട്ടുന്നവരെ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രീ ട്രെയിനിങ് ബ്രിഡ്ഫോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഒരു ആസ് എ മലയാളി നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം എങ്ങനെ അത് ഒന്ന് മേക്കപ്പ് ചെയ്തു വരും? ബ്രിഡ്ഫോർട്ടിൻ്റെ അധിക ബ്രാഞ്ചുകളിലും സ്റ്റുഡൻസായി വരുന്നത് കേരളക്കാർ മാത്രമല്ല, ഔട്ട്സൈഡ് കേരളക്കാരാണ് നല്ലൊരു ശതമാനം ഉള്ളത്. അപ്പോൾ അവർക്ക് എന്താണ്, അവർക്ക് മലയാളം അറിയില്ല, നമ്മൾ മലയാളികൾക്ക് ഹിന്ദി അറിയില്ല. അപ്പോൾ അവർ നിർബന്ധിതരാണ് ഇംഗ്ലീഷ് മാത്രം സംസാരിക്കാൻ. അപ്പോൾ നമ്മുടെ ക്ലാസ് റൂമിൽ കയറി കഴിഞ്ഞാൽ അവർ വളരെ ബേസിക് ആണെങ്കിലും നമ്മുടെ പിന്നെ പരസ്പരമുള്ള സംസാരങ്ങൾ ഫുൾ ഇംഗ്ലീഷിലായിരിക്കും. അവരെ ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക് ഒരുപാട് ട്രെയിനേഴ്സ് ഉണ്ട്. ഈവൻ നോർത്ത് ഇന്ത്യൻ ട്രെയിനേഴ്സും ബ്രിഡ്ഫോർട്ടിൻ്റെ ട്രെയിനേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അവർക്ക് പെട്ടെന്ന് തന്നെ അവർ ക്യാച്ച് ചെയ്യാനും നിർബന്ധിതരായിട്ട് പഠിക്കാനുള്ള ഒരു സാഹചര്യം കൂടി നമ്മൾ ഒരുക്കുന്നുണ്ട് അവർക്ക്. ഓക്കെ. അപ്പം നമ്മുടെ ലോക്കൽ ആയിട്ടുള്ള സ്റ്റുഡൻസ് അല്ലാതെ പുറത്തുനിന്ന് സ്റ്റുഡൻസ് വരുമല്ലോ, അപ്പോൾ അവർക്ക് അക്കോമഡേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുമോ? അതെ, ബ്രിഡ്ഫോർട്ടിന് 2 പ്രോഗ്രാം ഉണ്ട്. ഒരു പ്രോഗ്രാം എന്നുള്ള റെസിഡൻഷ്യൽ പ്രോഗ്രാം, നേരത്തെ പറഞ്ഞ പോലെ ബ്രിഡ്ഫോർട്ട് സ്റ്റാർട്ട് ചെയ്തത് റെസിഡൻഷ്യൽ സ്പോക്കൺ ഇംഗ്ലീഷ് പ്രോഗ്രാം ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ബ്രിഡ്ഫോർട്ട് റെസിഡൻഷ്യൽ ആയിട്ടുള്ള ക്യാമ്പസും ഉണ്ട് കൊച്ചിയിൽ. അവിടെ വന്നിട്ട് അവർക്ക് റെസിഡൻഷ്യൽ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ 2 വീക്സ് ഇൻറ്റൻസീവ് ട്രെയിനിങ് ആണ്. രാവിലെ 7 മണി മുതൽ രാത്രി 9 മണി വരെ, ഈവൻ സാറ്റർഡേ സൺഡേ വരെ ക്ലാസ് ഉണ്ടാവും. അങ്ങനത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ള 14 ഡേയ്സ് പ്രോഗ്രാമാണ്. അപ്പോൾ അവർക്ക് ഫുഡ്, അക്കോമഡേഷൻ എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ സ്റ്റുഡൻസിന് അതിൻ്റെ ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഹോംലി ഫുഡായിട്ട് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. നല്ല AC അക്കോമഡേഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാം ഉള്ള പാക്കേജ് നമ്മൾ കൊടുക്കുന്നത് ജസ്റ്റ് 15,000 നമ്മൾ വാങ്ങുന്നുള്ളൂ 2 വീക്സിന്. അപ്പോൾ നമ്മൾ 100% അവർ വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് അവർ ഈ പ്രോഗ്രാം കഴിഞ്ഞ് പോകുന്നത്. ഓക്കെ. എല്ലാം സെയിം ഏജ് ഗ്രൂപ്പിലുള്ള സ്റ്റുഡൻസ് ആയിരിക്കില്ലല്ലോ, അപ്പോൾ ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പ് അവരെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് ക്ലാസ് റൂമിലേക്ക്? ബ്രിഡ്ഫോർട്ടിൽ വരുന്ന സ്റ്റുഡൻസ് ഒക്കെ ഓൾ ആർ അഡൽട്സ്. അപ്പോൾ അവരൊക്കെ എന്താണ്, മെച്ചുവേർഡ് ആണ്. അതേപോലെ തന്നെ അവരുടെ പോക്കറ്റിൽ നിന്ന് ക്യാഷ് എടുത്തിട്ടാണ് അവരൊക്കെ വരുന്നത്. അപ്പോൾ അവർക്ക് അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് പഠിക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ അവരുടെ പോക്കറ്റിൽ നിന്ന് ക്യാഷ് ഇറക്കുമ്പോൾ അവരതിനുള്ള ആ ഒരു പക്വതയും അതുപോലെ തന്നെ ആ ഒരു സീരിയസ്നെസ്സും കാണിക്കുന്നവരാണ്. അതുകൊണ്ട് അവർ എന്താണ്, എല്ലാവരും വേറെ ചിന്തയൊന്നും ഉണ്ടാവില്ല. അവർക്ക് എല്ലാവരുടെയും ഫോക്കസ് എന്താണ്, ഒന്നാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒരു ടീമാവും. 1-2 ദിവസം കൊണ്ട് തന്നെ അവരെല്ലാവരും ഒരു ടീമായിട്ട്, അവിടെ ഏജ് ഗ്രൂപ്പോ ഏജ് ബാറോ ഒന്നും അവിടെ പ്രശ്നമല്ല. കാരണം എല്ലാവരും ഒറ്റ ഫോക്കസാണ്, ടു ലേൺ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നുള്ളതാണ്. ഇപ്പോൾ ഭൂരിഭാഗം കുട്ടികളും ജർമ്മനിയാണ് ചൂസ് ചെയ്യുന്നത്. അപ്പം ജർമ്മൻ ലാംഗ്വേജ് നമ്മൾ ചെയ്യുന്നുണ്ടോ? അതെ, ബ്രിഡ്ഫോർട്ട് റീസെൻ്റ്ലി ലോഞ്ച് ചെയ്ത പ്രോഗ്രാമാണ് ജർമ്മൻ ലാംഗ്വേജ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ജർമ്മനിയിലേക്ക് ഒരുപാട് സ്റ്റുഡൻസിന് പോകുന്നുണ്ട്. പിന്നെ അധികം ആൾക്ക് സ്റ്റുഡൻസിനും അറിയില്ല ജർമ്മൻ ലാംഗ്വേജ്. അവർ B1 B2 അവർ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഫ്രീ ആയിട്ട് തന്നെ അവർക്ക് ജർമ്മനിയിൽ പഠിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ സപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ ബ്രിഡ്ഫോർട്ട് ഇപ്പോൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് നല്ല സ്കോറും ഓരോ സ്റ്റുഡൻസിനും ഈ ഒരു ജർമ്മൻ ലാംഗ്വേജ് ഇവിടെ ക്ലാസ്സുകളെ കൊണ്ട് കിട്ടുന്നുമുണ്ട്. അക്കാഡമി നടത്തുന്ന ഒരാളെന്ന നിലയ്ക്ക് അബ്രോഡ് സ്റ്റഡീസ് നല്ലതാണെന്നാണോ, അതോ അതിൻ്റെ സ്റ്റുഡൻസിന്, അതായത് നിങ്ങൾ അബ്രോഡ് സ്റ്റഡി നിങ്ങൾ നോക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഓവർസീസ് പോയി പഠിക്കണം എന്ന് ഉപദേശിക്കുമോ? ഇപ്പോൾ വരുന്ന സ്റ്റുഡൻസിനൊക്കെ ഞാൻ ചോദിക്കുന്ന ഫസ്റ്റ് ചോദ്യമാണ്, നിങ്ങൾ എന്തിനാണ് IELTS എടുക്കുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങൾ അബ്രോഡ് പോകുന്നത്, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇവിടെ പഠിച്ചുകൂടാ എന്ന് ചോദിക്കുമ്പോൾ അധിക സ്റ്റുഡൻസും പറയുന്ന മറുപടി അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫിൻ്റെ ക്വാളിറ്റി, ദ ക്വാളിറ്റി ഓഫ് സ്റ്റഡീസ്, ദ ക്വാളിറ്റി ഓഫ് ക്യാമ്പസ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ഇന്ന് ഇവിടെ അവൈലബിൾ വളരെ കുറവാണ്. ഇല്ല എന്ന് പറയുന്നില്ല, അവൈലബിൾ കുറവാണ്, സീറ്റും കുറവാണ്.
എന്നാൽ പുറത്തുള്ള പിന്നെ യൂണിവേഴ്സിറ്റികളിൽ ഇവിടെ പഠിക്കുന്ന സാധാ കോളേജിൽ പഠിക്കുന്ന ചിലവുകൊണ്ട് തന്നെ അവർക്ക് പുറത്തേക്ക് പോയിട്ട് നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റും. അപ്പോൾ സ്റ്റുഡൻസ് അങ്ങനെ പോകുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. ഓക്കെ. ഇപ്പം ടെക്നോളജീസ് ഒക്കെ നമ്മൾ ക്ലാസ് റൂമിൽ യൂസ് ചെയ്യാറുണ്ടോ? ആ. ഇപ്പോൾ ലേറ്റസ്റ്റ് ഒന്ന് AI ടെക്നോളജി. ഇപ്പോൾ ബിഡ്ഫോർട്ടിൻ്റെ ആപ്പുകളുണ്ട്. അതിൽ AI ഇൻ്റഗ്രേറ്റഡ് ആണ്. അപ്പോൾ അവർക്ക് സ്പീക്കിംഗ് ടെസ്റ്റുകൾ, അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റ് റിസൾട്ടുകൾ എല്ലാം ഓൺ ദ സ്പോട്ടിൽ തന്നെ അവർക്ക് അറിയാൻ പറ്റും. ഇനി എൻ്റെ റിസൾട്ട് എന്താണ്, അവർ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ ബിഡ്ഫോർട്ടിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് ടെക്നോളജി കൊണ്ടുള്ള മാറ്റങ്ങളാണ്. അതുപോലെ തന്നെ AI ഇൻ്റഗ്രേറ്റഡ് ആണ് എല്ലാം. നമ്മുടെ ബിഡ്ഫോർട്ടിന്റെ ഫ്യൂച്ചർ വിഷൻ എന്താണ്? ബിഡ്ഫോർട്ട് 2025 ആകുമ്പോഴേക്കും ഇപ്പോൾ ഓൾറെഡി 15 ബ്രാഞ്ചുകളായി. 2025 ആകുമ്പോഴത്തേന് 100 ബ്രാഞ്ചസ് ആണ് പാൻ ഇന്ത്യ ലെവലിൽ വരുന്നത്. ബിഡ്ഫോർട്ടിൻ്റെ ഓഫീസ് കഴിഞ്ഞ മാസം ഞങ്ങൾ ലോഞ്ച് ചെയ്ത ഓഫീസാണ് UK ഓഫീസ് ഓപ്പൺ ആക്കി. അപ്പോൾ ബിഡ്ഫോർട്ട് ഇൻ്റർനാഷണൽ ഓഫീസ് UK-ലാണുള്ളത്. അതേപോലെ തന്നെ ഞങ്ങൾക്ക് റീജിയണൽ മിഡിൽ ഈസ്റ്റിലെ ഓഫീസ് വരുന്നത് ദുബായിലാണ്. അങ്ങനെ 100 ബ്രാഞ്ചുകളാണ് ബിഡ്ഫോർട്ട് ലക്ഷ്യം വെക്കുന്നത് ഈ 2025 ആകുമ്പോഴത്തേന്. 2030 ആകുമ്പോഴത്തേന് ബിഡ്ഫോർട്ടിൻ്റെ വിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലാംഗ്വേജ് യൂണിവേഴ്സിറ്റിയാണ് കേരളത്തിന് എഡ്യൂക്കേഷൻ ഹബ്ബാണെങ്കിലും ഒരു ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി കേരളത്തിലില്ല. അപ്പോൾ ഒരു കേരളത്തിൽ ലാംഗ്വേജ് ഹബ്ബായിട്ട് ലാംഗ്വേജ് യൂണിവേഴ്സിറ്റിയാണ് 2030 ആകുമ്പോഴത്തേന് ബിഡ്ഫോർട്ട് ലക്ഷ്യം വെക്കുന്നത്. ഓക്കെ. യങ്ങർ ഓൺടർപ്രണേഴ്സിനോട് പറയാനുണ്ട്? യങ് ഓൺടർപ്രണേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പെട്ടെന്ന് തന്നെ തോൽവി സമ്മതിക്കുക. എന്നാൽ അതാണ് നിങ്ങൾക്ക് വിജയത്തിലേക്കുള്ള സക്സസ് ഉണ്ടാവുക. പിന്നെ അതുപോലെ കൺസിസ്റ്റൻസി, അതുപോലെ തന്നെ നേരത്തെ എണീച്ച് നിങ്ങളുടെ വർക്കുകൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഓൺടർപ്രണർ ആകാൻ പറ്റും. അപ്പോൾ ഇതാണ് എനിക്ക് യങ് ഓൺടർപ്രണേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ഐ വിഷ് this will be helpful for someone who is looking for something unique and something in a better way in his life. അതുകൊണ്ട് ഈ അവസരത്തിന് വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു.